അങ്ങനെ നമ്മുടെ 45-ാമത്തെ ദിവസമായി ഇന്ന് ദേ അനുഗ്രഹിൻ്റെ വീട്ടിൽ നിന്ന് രാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാനൊക്കെ പറഞ്ഞാണ് മൺറോത്തുരുത്ത് പോവാം, നമുക്ക് അവിടെ എന്തോ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ കറക്റ്റ് ഞാൻ പ്ലാൻ ചെയ്ത് 50 ദിവസം കൊണ്ട് തീർക്കണം എന്നുള്ളൊരു മൈൻഡ് വെച്ചുകൊണ്ട് ഞാനങ്ങ് നിന്നില്ല, ഇറങ്ങി പതുക്കെ അങ്ങോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഷൂറിനാട് നോർത്തിൽ കൂടെയാണ് പോണേ. ഇവിടുന്ന് നമ്മൾ നേരെ പരണിക്കാവ് പിടിച്ചിട്ടാണ് കൊല്ലം പോണേ. നമ്മളങ്ങനെ കൊല്ലം പരണിക്കാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി അവിടുന്ന് ലെഫ്റ്റ് പിടിച്ചിട്ട് വേണം പോകാൻ. നമ്മളിത് ഇവിടെ ഭരണിക്കാവുള്ള MTMMM ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അനുഗ്രഹിൻ്റെ അമ്മ ഇവിടെ എക്സ്റേ ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ഇതിൽ ഈ റൂട്ട് പിടിച്ച് ഞാൻ പോകണം. അപ്പോൾ ഇതിൽ വരുമ്പോൾ ഒന്ന് കയറിയിട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് കയറി നമ്മൾ ജസ്റ്റ് 2 മിനിറ്റ് നിന്നിട്ട് പിന്നെ നേരെ പോവാണേ. അപ്പോൾ ഇത് ഈ കാണുന്ന കേട്ടോ അനുഗ്രഹിൻ്റെ അമ്മ ജിൻസ് ആൻറ്റി. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് നമ്മളെല്ലാവരെയും കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇത് പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണേ. അപ്പോൾ ഇപ്പം നമ്മളൊരു പാലം കയറിയിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒഴുകുന്നത് ഈ നദിയാണ് കല്ലടയാറ്. ഈ കല്ലടയാറ് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ട് ഏകദേശം 121 കിലോമീറ്റർ ദൂരത്തിൽ ഒഴുകി അഷ്ടമുടിക്കായലിൽ ചെന്ന് ചേരും കേട്ടോ പറയണേ. നമ്മുടെ കേരളത്തിലെ നദികളുടെ സ്ഥാനം നോക്കുവാണെങ്കിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ കല്ലടയാറാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ കൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട 2 നദികളിലൊന്നാണ് ഇത്. ലെഫ്റ്റ് സൈഡിലൊരു ചേട്ടൻ നിന്ന് കുറേ മുട്ടയൊക്കെ വയ്ക്കുന്നുണ്ട്. ഇപ്പം ഇത്രയും കിലോമീറ്റർ നടന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ ഒരു കട പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ഒറ്റ കട പോലും ഇല്ല, എല്ലാം അടച്ചിട്ടേ പോകും. അപ്പം നമ്മൾ കൊല്ലത്തുള്ള കുണ്ടറ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പിടിച്ച് വേണേ പോകാൻ. അമേസി ഇടിച്ച് നശിച്ച് കിടക്കുന്നൊരു കാഴ്ചയാണ്. മൊത്തം അടിച്ച് ടോട്ടൽ ലോസ് ആയി പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് പതിവ് പോലെ ഒരു ബ്രോനോടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നടക്കണ കണ്ടിട്ട് പുള്ളി വണ്ടി വന്ന് ചവിട്ടി വർത്താനം പറയാനായിട്ട് നിന്നതാണേ. പുള്ളിയും ഈ നാട്ടുകാരും തന്നെ കേട്ടോ. ചെറുക്കൻ്റെ കാര്യം എന്തായാലും അടിപൊളിയാണ്. അവൻ നല്ലൊരു മൈൻഡിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലപോലെ എല്ലാം ഫിനിഷ് ചെയ്യാനുള്ളൊരു ആരോഗ്യം ദൈവം കൊടുക്കട്ടെ, അത്രേ ഉള്ളൂ. വേൾഡ് റെക്കോർഡൊക്കെ ഇല്ല, അതൊക്കെ പറയാം. നമുക്ക് ഞാനെന്തായാലും ഒരു സൈക്ലിംഗ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഇപ്പം വഴിയിൽ പോയിട്ട് വന്നപ്പോൾ പയ്യനെ കണ്ടതാ. നല്ല മൈൻഡ് ഈ ഒരു സമയത്ത് ഇതുപോലെ ആരും എന്തായാലും ഒന്നും ചെയ്യത്തില്ല. എല്ലാവരും ബൈക്കും എടുത്ത് കാറും എടുത്ത് കറങ്ങി നടക്കുമ്പോൾ ചെറുക്കൻ നല്ലൊരു നമ്മുടെ പേരെന്തോ ശരത് നമ്മുടെ പയ്യൻ ചെയ്യുന്ന സെറ്റപ്പ് ഒരു പരിപാടിയാണ്. ഇത് എല്ലാം നല്ലൊരു ലെവലിൽ പോട്ടെ. ഒരു റെക്കോർഡ് കിട്ടാനുള്ളൊരു സെറ്റപ്പ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ചെയ്ത് കൊടുക്കാം. എന്തായാലും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റട്ടെ. അങ്ങനെ നിങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ നേരത്ത് പതിവ് പോലെ സർപ്രൈസ് തൊട്ട് മഴ വന്നേ. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തിയിട്ടുണ്ട് കൊല്ലത്തെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇന്നത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് സംഗീതത്തിൻ്റെ വീട്ടിലാണ്. അതിൻ്റെ വീട് തൃക്കടവൂരാണ്. ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളൂ. നമ്മളങ്ങനെ കൊല്ലത്തുള്ള മൂന്നാംകുറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിക്കുവാണ്. ഇപ്പോൾ അത്യാവശ്യം എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അവസാനം ദേ കടവൂരുള്ള അവൻ്റെ കഫേ എത്തിയിട്ടുണ്ട്, കഫേ സ്റ്റോറീസിൽ. അപ്പോൾ എൻ്റെ അതിൻ്റെ വീഡിയോ വിഷ്വൽസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പിക്ക് ഇട്ടേക്കണേ. അവിടെ എത്തിയപ്പോഴത്തേക്കും രാത്രിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഒത്തിരി വീഡിയോ എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ആവും, പിന്നെ കോൾ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് എടുക്കാത്തത്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ.